നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഡേ 2 ആണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് കുടിക്കുന്നത്. ഞാൻ ഇന്നിത് രാവിലെ വെറും വയറ്റിലാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇഞ്ചിയൊക്കെ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. നല്ല എരിവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലിപ്പിംഗ് എടുത്തത് ഞാൻ ഡേ 2ൻ്റെ ഇട്ടെന്നേ ഉള്ളൂ ആദ്യം. ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖവും സന്തോഷമായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ നല്ല രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഡേ 2ൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് കേട്ടോ. അതായത് സ്കിൻ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൺ ടാനും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ മുഖം ഓൾറെഡി ഒന്ന് സെറ്റായിട്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിനി ഒരു ഷെയ്ഡും കൂടെ ഒക്കെ നമുക്കൊന്ന് ഒറ്റ യൂസിലല്ല കേട്ടോ, ഞാനിത് വീണ്ടും പറയാണ്, ഒറ്റ യൂസിലൊന്നും ഭയങ്കരമായ ഒരു റിസൾട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ തുടരെ ഇത് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. എങ്ങനെയായാലും നിങ്ങളൊരു 3 to 4 months ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തിനൊരു മാറ്റം വരുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്തു അടുത്ത വട്ടം നമ്മൾ അതൊന്നും കഴുകിക്കളയുമ്പോൾ ഉള്ളൊരു ബ്രൈറ്റ്നസ് നമുക്കത് അടുത്ത ദിവസമൊന്നും അത് നിലനിൽക്കില്ല. അത് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ നമ്മൾ 3 to 4 months എങ്കിലും കണ്ടിന്യൂ നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ വരും. അതൊക്കെ നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാക്ക് നമ്മൾ ഡെയിലി ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം നമ്മുടെ പാക്കിന് ആദ്യം വേണ്ടത് മുൾട്ടാണി മിൽട്ടി ആണ് കേട്ടോ. 1 സ്പൂൺ മുൾട്ടാണി മിൽട്ടി ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ ലിക്വറൈസ് പൗഡറാണ്. അതും 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ചെറിയ തക്കാളി അരച്ചതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അത് ഫുള്ള് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണാണ് എനിക്ക് വന്നത്. വളരെ ചെറിയൊരു നല്ല പഴുത്ത തക്കാളി ആയിരുന്നു കേട്ടോ, മിക്സിയിൽ അരച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തക്കാളി അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് അരച്ചത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ പാലായാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ പാക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിൻ ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിക്വറൈസ് എന്ന് പറയുന്നത്. അതായത് ഇരട്ടി മധുരം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇരട്ടി മധുരം പൊടിയാണ്. പിന്നെ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നും നല്ല രീതിയിൽ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മളത് ഡെയിലി മുടങ്ങാതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ലിക്വറൈസ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചാണ്, നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഏജൻറ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ നിങ്ങൾക്ക് സൺ ടാനോ ഇനിയിപ്പം അതല്ലാതെ ചെറിയ ചെറിയ ഈ കുരുപ്പുകൾ വന്നിട്ട് പോയ പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാനും നമ്മുടെ ഈ ഇരട്ടി മധുരം ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് വരുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഒരു നാച്ചുറൽ ടൊമാറ്റോ എന്ന് പറയുന്നതും തക്കാളി അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, പൊട്ടറ്റോ, ഇതൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഇതിലുണ്ട്. പിന്നെ മുൾട്ടാണി മിൽട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിന് നല്ലൊരു തിളക്കം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ നമ്മുടെ സ്കിന്നിലിടാം. പിന്നെ ഹണി ഞാൻ പറയേണ്ട കാര്യമില്ല, നല്ലൊരു മോയ്സ്ചറൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏതൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കാൻ നമ്മൾ നിൽക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിനും പാക്ക് ഇട്ട് കഴിയുമ്പോഴും വേണം. അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഹണി. മാത്രമല്ല ഹണി എന്ന് പറയുന്നത് സ്കിന്നിന് ഗ്ലോ കിട്ടാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ ഹണി യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഏത് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും നല്ലതാണ്. അതേപോലെ തന്നെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ പാക്കിലൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആക്റ്റീവായിട്ടുള്ള ആക്നീസ് ഉണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ ചിലർക്ക് നമ്മുടെ ഈ തക്കാളി എന്ന് പറയുന്നത് അലർജി ആയിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോൻ്റെ ജ്യൂസ് വേണമെങ്കിലും അല്ലെങ്കിൽ പൊട്ടറ്റോ മിക്സിയിലിട്ടൊന്ന് അരച്ച് വേണമെങ്കിലും എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്നാലും മൂത്തിടാവേ.
നിങ്ങൾ ഇതൊക്കെ മുഖത്തിടുമ്പോഴേ കണ്ണിലോട്ട് അധികം പോവാതിരിക്കാൻ നോക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ടൊമാറ്റോ എന്നൊക്കെ പറയുന്ന ഒരു ടൊമാറ്റോ ആണ് കേട്ടോ ഞാൻ ഇവിടെ അരച്ചെടുത്തത്. കരട് പോലെ ആയിരിക്കും ഇരിക്കണേ. നമ്മളത് കണ്ണിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിനകത്ത് ചിലപ്പോൾ അതിൻ്റെ ഈ തരികൾ പോയിട്ടേ കണ്ണ് നീറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഇരട്ടി മധുരം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മൾ കണ്ണിൻ്റെ മുകളിലോ കണ്ണിൻ്റെ സൈഡിലോ ഇടരുത് കേട്ടോ. എനിക്ക് പണി കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ടോ? എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഞാനിപ്പോൾ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോക്കുന്നത്. അല്ലാതൊക്കെ എല്ലാം പോയി കിടക്കുമായിരുന്നു. ഡയറ്റ് ഓൾറെഡി പോയി. ഡയറ്റ് പോകാനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് ലൈഫിൽ വിചാരിക്കാത്ത ഒരാൾ നമ്മുടെ വിട്ടുപോയി, എന്നെ വിട്ടുപോയി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അല്ലെങ്കിലും ഈ മരണമെന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല വരുന്നത്, പെട്ടെന്നായിരിക്കും. അത് നമുക്ക് വലിയൊരു ഷോക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോയതുകൊണ്ട് തന്നെ ഞാനൊരു വല്ലാത്ത ഷോക്കിലായിപ്പോയി. എനിക്കതുകൊണ്ട് 3-4 ദിവസമായിട്ട് ഡയറ്റും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയില്ല. എല്ലാം ഇങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും നമുക്കെല്ലാം ഇപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് ടു ട്രാക്ക് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും മൊത്തത്തിൽ ഒന്ന് ഇടട്ടെ കേട്ടോ. ഞാൻ കഴുത്തിലിടുന്നില്ല, കാരണം ഞാൻ ഈ ഡ്രസ്സ് ആയതുകൊണ്ടാണ് കേട്ടോ കഴുത്തിലിടാത്തത്. ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള നെക്കുള്ളത് ഇട്ടിട്ടാണ് കഴുത്തിലിടുക. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലിട്ട് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഇടുക, ഇല്ലെങ്കിൽ രണ്ടും 2 കളറായി പോവുക. അപ്പോൾ ഞാനിത് സ്കിന്നിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉണങ്ങണം കേട്ടോ. നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മളിത് കഴുകി കളയാനായിട്ട്. പിന്നെ ഇച്ചിരി ഒന്ന് കട്ടിക്ക് തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പാക്ക് സ്റ്റോർ ചെയ്ത് വെക്കണ്ട കേട്ടോ. വെക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസത്തേക്കും കൂടെ ഒന്ന് മാക്സിമം പോയി സ്റ്റോർ ചെയ്യുക. അല്ലാതെ അതിൽ കൂടുതൽ നിങ്ങൾ വെക്കരുത്. കാരണം ടൊമാറ്റോ ഒക്കെയാണ്. നമ്മൾ ഇതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. മാത്രമല്ല നമ്മുടെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഇറിറ്റേറ്റഡ് ആയിട്ട് ചൊറിയാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ മാക്സിമം പോയാൽ ഒരു ദിവസത്തേക്ക് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഒരു സ്കിൻ വൈറ്റനിങ് ആണ്. ഞാനിപ്പോൾ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അത്രയും നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇതെന്തായാലും ഉണങ്ങിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. നിങ്ങൾ അടുത്ത് കാണിക്കാനായിട്ട് ക്യാമറ അടുത്ത് വെച്ചെടുത്താണ് കേട്ടോ. ഇത് കണ്ടോ? നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു മാറ്റം ഉണ്ടെന്നല്ലേ. ഞാൻ എന്തായാലും അടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്കിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ഷെയ്ഡ് ഒന്ന് ബ്രൈറ്റർ ആയപ്പോഴൊരു ഫീൽ ആണ്. പക്ഷേ ഇത് നിലനിൽക്കണമെങ്കിൽ നമ്മളിത് എപ്പോഴും ചെയ്യണം കേട്ടോ. ഒറ്റ യൂസിനൊന്നും ആ ഒരു ഗ്ലോ കിട്ടില്ലേ. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തോന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയൊരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റായ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഈ ഒരു 2 ദിവസത്തെ സംഭവം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും മനസ്സിലാവും. അതായത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ രാത്രി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മളുണ്ടാക്കിയ വൈറ്റമിൻ സി ക്രീമാണ് കേട്ടോ ഞാൻ മുഖത്തിടുന്നത്. എന്നിട്ട് ഞാനിനി കിടന്നുറങ്ങും. അത്രയും ഞാനിനി ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഞാനിന്ന് രാവിലെയാണ് നമ്മുടെ ആ ഒരു ഡീറ്റോക്സ് വാട്ടറിൻ്റെ ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വെള്ളം കുടിച്ചത്. രാത്രിയാണ് ഞാനിപ്പോൾ എനിക്ക് ടൈം കിട്ടിയത്. ഞാൻ പാക്ക് ഇട്ടത് രാത്രിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു വൈറ്റമിൻ സി ക്രീം ഉറങ്ങാൻ നേരത്ത് ഞാനിടും, എന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഇന്നത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നാളെയാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഡേ 3. അപ്പോൾ നാളത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു പാക്കുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞല്ലോ വൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ചലഞ്ചാണിത്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ സൺടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു ബ്രൈറ്റനിങ് പാക്കാണ് ഇട്ടത്. നാളെ നമുക്കൊരു ഗ്ലോയിങ് പാക്ക് നമ്മുടെ മുഖത്തിടാം കേട്ടോ. അപ്പോൾ നാളെ കണ്ട് നമ്മുടെ ഈ ഒരു ചലഞ്ച് കഴിയും. പിന്നെ ഈ 3 ദിവസത്തെ ഒരു ചലഞ്ച് കൊണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പെർമനൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുന്നേ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും ഗ്ലോയിങ്ങും ഒക്കെ നിങ്ങളുടെ സ്കിന്നിന് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സ്ഥിരം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തുടർച്ചയായിട്ട് ഇരുന്ന ഓരോ പാക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ എന്തായാലും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നാളത്തെ നമുക്ക് നമ്മുടെ പാക്കുമായിട്ടൊക്കെ കാണാം. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നാളെ കാണാം ഡേ 3 ആയിട്ട്. ബൈ.